ഇങ്ങനെ ചേച്ചി ചേച്ചി എന്താ? ചേച്ചി എവിടെയായിരുന്നു? കുറച്ചു മുൻപ് ഞാനിവിടെ ഒന്ന് നോക്കിയപ്പോ കണ്ടില്ലല്ലോ. ഞാൻ എവിടെ പോവാൻ? ഞാൻ നല്ല ഉറക്കായിരുന്നു. എന്താ പ്രിയങ്ക? ആ അത് ഒന്നുമില്ല. അന്ന് ചേച്ചി കിടന്നു. പിന്നെ ഈ മുറിയുടെ വാതിൽ എന്തിനാ ഇങ്ങനെ തുറന്നിരുന്നേ? കുറ്റിയിട്ടൂടെ? മറന്നുപോയി. കുറ്റിയിടാം. വരുൺ, 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 എന്താ ഈ ബെഡ്ഷീറ്റ് വരുണിന്റെ കയ്യിൽ എവിടുന്നാ വന്നേ? ഞാൻ മുറിയിൽ നിന്ന് എടുത്തോണ്ട് വരുന്നത് താൻ കണ്ടല്ലേ? അത് ഞാൻ കണ്ടു. ഇപ്പൊ എവിടുന്ന് വന്നു എന്നാ ചോദിച്ചത്. എന്താടോ വട്ടായോ തനിക്ക്? കള്ളം പറയരുത് വരുൺ. കുറച്ചു നേരം മുൻപ് ഞാൻ ഇവിടെ വരുമ്പോ വരുൺ ഈ സെറ്റിയിൽ ഇല്ലായിരുന്നു. ആ അതോ മുറിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴേ ഞാനൊരു സ്ഥലത്ത് പോയി മാജിക് പഠിച്ചു. അയാൾ പഠിപ്പിച്ചതാ. ഹലോ അമ്മേ, മോളെ. ഇനിയിപ്പൊ ഞാൻ അങ്ങനെ തന്നെ വിളിക്കുന്നുള്ളൂ. കുഴപ്പമുണ്ടോ? ഈ വിളി കേൾക്കുമ്പോ സന്തോഷല്ലാതെ മറ്റെന്താ തോന്നാ? എന്താ മോള് വിളിച്ചത്? നാളെ എനിക്ക് ലീവ് തരുമോ? ലീവോ? അപ്പൊ പിന്നെ എനിക്ക് മോളെ കാണാൻ പറ്റില്ലല്ലോ. അതൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു, അതാ. എന്തത്യാവശ്യം? ഇത്തവണയ്ക്ക് പൊങ്കാല ഇടണമെന്നുണ്ട്. നാളെയല്ലേ? ഞാൻ പോയിക്കോട്ടെ? ഓ, പൊങ്കാലയുടെ കാര്യം ഞാൻ മറന്നു. ശരി, മോള് പൊക്കോ. ആ പിന്നെ ഇത്തവണത്തെ പൊങ്കാല അമ്മയ്ക്ക് വേണ്ടിയാ. ഏതമ്മ? എന്നോട് ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്ന എന്റെ അമ്മയ്ക്ക് വേണ്ടി. എനിക്കിപ്പോ സ്വന്തമായി കിട്ടിയതല്ലേ. എനിക്ക് വേണ്ടി ഫിദ മാഡം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു. പകരം എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റണ്ടേ? മോള, ആ ഞാൻ പൊങ്കാല കഴിഞ്ഞ് പ്രസാദമായിട്ട് വരാം. ആ ശരി മോളെ. ശരി. ആ അമ്മേ, അമ്മ ഭക്ഷണം കഴിച്ചോ? ഇല്ല. അതെന്താ കൃത്യസമയത്ത് കഴിക്കാത്തെ? കൂടെ നിന്ന് ചോദിക്കാൻ ആരും ഇല്ലാത്തോണ്ടാ? ഞാനുണ്ടായിരുന്നെങ്കിൽ ചോദിച്ചേനെ, കൃത്യമായിട്ട് കഴിപ്പിച്ചേനെ. അങ്ങനെ ഒരു സമയം വരട്ടെ, അധികം വൈകാതെ. എങ്കിൽ ശരി മാഡം. സോറി അമ്മ.
ഫോൺ വെക്കട്ടെ? എന്താ? ശരി. രാധിക അമ്മേന്ന് മാത്രം ഇപ്പൊ എന്നെ വിളിക്കുന്നേ. എടത്തി, നാളെ ആറ്റുകാല് പൊങ്കാലയാ. മോള് പൊങ്കാല ഇടുന്നുണ്ടെന്ന് പറഞ്ഞു. അവൾ എനിക്ക് വേണ്ടിയാ പൊങ്കാല ഇടുന്നേ. അത് കൊള്ളാലോ. ഇത്രയും കാലം തിരഞ്ഞിട്ട് ഞാൻ അവളെ കണ്ടുപിടിച്ചതല്ലേ. അവൾക്ക് വേണ്ടി നമുക്ക് പൊങ്കാല ഇട്ടാലോ? ഇടാം. പക്ഷേ അമ്മയും മോളെ ഒരുമിച്ച് ആരെങ്കിലും കണ്ടാലോ? ഇത്രയും വലിയ തിരക്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. നമുക്ക് പോവാടത്തി. ആയിക്കോട്ടെ. പക്ഷെ അമ്മയുടെയും മോളുടെ സ്പീഡ് കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നുണ്ട്. എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയി അറിയാം.